പിടിക്കുമോ? 5 ദിവസം പിടിക്കും. ഇതിന്റെ ഇടയിൽ അവൻ എത്ര പൊള്ളു പറയും? അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചും മഹാന്മാരായ സഹാബത്തിനെ സംബന്ധിച്ച് അവർ എത്ര പൊള്ളു പറയും? ആ 2 മണിക്കൂർ യുദ്ധം കൊണ്ട് ആകെ 14 ആളാണ് സഹാബികൾ ഷഹീദായത്. മറ്റൊരു 70 പേരുമാണ്. 23 കൊല്ലത്തെ യുദ്ധം കൊണ്ട് ആകെ 1000 ആൾ മരിച്ചിട്ടില്ല 2 പക്ഷത്തും കൂടി. ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമാണത്. എന്നിട്ട് നിങ്ങൾ ഈ മൗലീദ് യോഗത്തിൽ വന്നിങ്ങനെ പാട്ട് പാടും. ഇതൊന്നും സഹാബത്തിന്റെ ഭാഷയല്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് തെളിവ് കിട്ടി? ഒരു ഖാദികൻ, ഒരു പാട്ടുകാരൻ പാടിയതിനൊക്കെ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാവനയായിരിക്കാം അത്. കാഫിരീങ്ങളെ പോലും അല്ലാഹു തആല എത്ര മാന്യമായിട്ടാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിനെ എത്ര മാന്യമായിട്ടാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ആ റസൂലിന്റെ സംസ്കാരം അത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് ജീവിച്ചു. ഏറ്റവും അധികം നന്നായി ഉൾക്കൊണ്ട് ജീവിച്ച ഒരാളെ ഞാൻ ഈ കേരളത്തിൽ കണ്ടത് മുനവറിന്റെ ഉപ്പാനെയാണ്. സൽസ്വഭാവം കൊണ്ട് മനുഷ്യന്മാരൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടു. അദ്ദേഹത്തിനായിട്ട് 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും. എന്തെങ്കിലും അമ്പത്തരം അദ്ദേഹം ജീവിതത്തിൽ പറഞ്ഞിക്കണ, എന്തെങ്കിലും പോക്കിരിത്തരം പറഞ്ഞിക്കണ. അനങ്ങിയ മുസ്ലിമിന്റെ വിചാരം എന്താ? വാളുകൊണ്ടാണ് ഇസ്ലാം കീഴടക്കിയത് എന്ന വാളുകൊണ്ടല്ല. റസൂലുള്ളാഹിന്റെ ഖുർആനാകുന്ന മുഅ്ജിസത്ത് അല്ലാഹു കൊടുത്ത അതിന്റെ ശക്തി, റസൂലുള്ളാഹിന്റെ സൽസ്വഭാവം, റസൂലുള്ളാഹിന്റെ വിട്ടുവീഴ്ച. വഴിയിൽ നടന്നു പോകുന്ന നബിന്റെ ഷാള് പിടിച്ച് വലിച്ചിട്ട് ഇവിടെ ആകെ കീറിപ്പോയി. ഞാനോ മുത്തങ്ങളൊക്കെ മുത്തങ്ങളെ കുറച്ചുകൂടി എന്താണ്ട് ഈ കാട്ടിയെന്ന് ചോദിക്കും. ഞാൻ ഒറ്റപ്പെടോളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന സഹിച്ചുകൊണ്ട് അയാളോട് ചിരിച്ചിട്ട് അയാൾക്ക് സദക്ക കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. പ്രതികാരം ചെയ്യാനോ പ്രതികാരം വീട്ടാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ആരെങ്കിലും നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് ഡിഫൻസ് ചെയ്യാം, പ്രതിരോധിക്കാം. അത് കഴിഞ്ഞ് അവര് പോയി. പിന്നെ അതിന് ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ, ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ്, മറ്റുള്ളവരുടെ കടമയല്ലാതെ. കോടതികളുണ്ട്, ചോദിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട്. ഇമാം സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഒരംശം മാത്രമേ മുനവറിന്റെ ഉപ്പാന്റെ അടുത്തുള്ളൂ. അപ്പോഴത്തിന് എത്ര ആളുകൾ, ഈ ലോകം മുഴുവനുള്ള ആളുകളും ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ പിതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ടിട്ടാണ് കൊന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ ഓരോരുത്തരെയും ബഹുമാനപ്പെട്ട ശംസുൽ ദഹീറ പോലത്തെ കിതാബുകളിൽ വർണ്ണനകളില്ലാതെ, അത് ആവശ്യമില്ലാത്ത കർബല ഒരു ദിവസത്തെ യുദ്ധമാണ്. കർബല യുദ്ധം മൊയ്ലിയർ പറയല് 40 ദിവസം. ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഏകദേശം 93 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും തന്റെ പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം നാവ് കൊണ്ട് പോലും സംസാരിച്ചിട്ടില്ല. ഒരു ശബ്ദം മതി, ഹിജാസ് മുഴുവനും കത്തും, ഇറാഖ് കത്തും, കൂഫ കത്തും. അത്രയധികം ജനസ്വാധീനമുള്ള നേതാവായിരുന്നു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അപ്പോ കൂട്ടായി കാവിയും ശിഹാബ് തങ്ങളും ഒക്കെ, കൂട്ടായി കാവി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ മഹലിൽ മാത്രമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധം ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്കാണ്. നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള സേവനങ്ങൾ മാത്രമാണ്. അതിന്റെ അപ്പുറത്തുള്ള സേവനങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ സമാധാനവും ശാന്തിയുമാണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. ഇപ്പൊ കാവിയരുടെ ഈ 2ാം വാർഷികത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ നാട്ടിലൂടെ ഇങ്ങനെ ഓടുന്ന പോലീസ് വണ്ടിയൊക്കെ നിങ്ങൾ നിർത്തുക. മഹാന്മാരുടെ ഓർമ്മ പുതുക്കൽ ദോഷങ്ങളെ പൊറുപ്പിക്കും. ഒരു ആപ്തവാക്യമാണത്, ഹദീസാണോ എന്ന് എനിക്കറിയില്ല. ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അമ്പിയാക്കന്മാരെ ദിക്ർ ചെയ്യൽ ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ ദിക്ർ ചെയ്യൽ, അവരെ ഓർമ്മിക്കൽ, അവരെ സ്മരിക്കൽ ദോഷങ്ങളെ പൊറുപ്പിക്കലുമാണ്. നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുക. ഖാദിയരുടെ മഹലിലുള്ളവർ, ഈ 2ാമത്തെ കൊല്ലം ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിരുവാധികം വിട്ടുമാറിയിരിക്കുന്നു.
ഞങ്ങളെ മോനെ കൊന്നവനോടായാലും ഉമ്മാനെ കൊന്നവനോടായാലും ഞങ്ങൾ പുറത്തിരിക്കുന്നു, ഞങ്ങൾക്ക് ആരോടും യാതൊരു പ്രതികാരവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ആരെപ്പറ്റിയും വൈരാഗ്യമില്ലാതെ ചിന്തിക്കുന്നവൻ, അങ്ങനെ കടന്നുറങ്ങുന്നവൻ നരകം അവനക്ക് ഹറാമാണ്. ഈ നിലക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാട്, വൈരാഗ്യങ്ങൾ ഇല്ലാതിരിക്കുക. നമ്മൾ ആവശ്യത്തിനേക്കാളും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുക. ഇത് ഖുർആൻ പറഞ്ഞതാണ് സഹാബത്തിനെ സംബന്ധിച്ച്. കാലേരം അത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കാലം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം കൂട്ടായിക്കാരെ? ഖാദിയരുടെ കിതാബ് പൂട്ടിക്കഴിഞ്ഞു, അദ്ദേഹം ചെയ്ത അമലു സ്വാലിഹാത്ത് ബാക്കിയായി. എന്നാൽ അദ്ദേഹത്തിന്റെ നല്ല മാതൃക നിങ്ങൾ പിൻപറ്റലാണ് ഖാദിയരോടുള്ള സ്നേഹം. അള്ളാഹിനോട് സ്നേഹമുള്ളവന്റെ ലക്ഷണം എന്താ ഖുർആൻ പറഞ്ഞത്? റസൂലിനെ പിൻപറ്റലാണ്. റസൂലിനോട് സ്നേഹമുള്ളവരോ റസൂല് ചെയ്ത് കാണിച്ചു തന്ന പരമ്പരാഗതമായ രീതിയിലുള്ള റസൂലിന്റെ സുന്നത്തും ആദത്തും, രണ്ടെണ്ണമുണ്ട് റസൂലിന്റെ സുന്നത്തുമുണ്ട് ആദത്തുമുണ്ട്. റസൂലിന്റെ സുന്നത്തും ആദത്തും ജീവിച്ച് കാണിച്ചു തന്ന ആളുകളെ നന്നായിട്ട് പിൻപറ്റലാണ് അവരോടുള്ള സ്നേഹം. ഖുർആൻ അതാ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബിയെ അങ്ങ് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, മുഹമ്മദ് നബിയെ എന്റെ സൽസ്വഭാവത്തിനെ, എന്റെ വിട്ടുവീഴ്ചയെ, എന്റെ കരുണയെ. ഖുർആൻ പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ. റഊഫ് എന്നും റഹീം എന്നും നബിയെ വിശേഷിപ്പിച്ചുകൊണ്ട്, നബിയെ അങ്ങേ തിരിഞ്ഞു കളഞ്ഞ ആളുകളെ പറ്റി അങ്ങ് ഭയപ്പെടണ്ട. അങ്ങ് പറയുക, ഹസ്ബി അല്ലാഹ്, അല്ലാഹു എനിക്ക് മതിയായവനാണ്. ഏത് അപകടം വന്നാലും, എന്ത് വിഷമം വന്നാലും, ശത്രുക്കളത അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാലും നബി പറയും, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. നമ്മുടെ മില്ലത്തിന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലെറിയുന്ന സമയത്തും തന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജിബ്രീൽ വന്ന് പറയാണ്, ഞാൻ സഹായിക്കാം. അപ്പോഴും പറഞ്ഞ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഖാദിയരോട്, ഖാദിയരെ പൈസ പിരിച്ചത് വേഗം കെട്ടിടം ഉണ്ടാക്കിക്കോ, ഈ മൊയിലേമാർ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ട, ദർസല്ല നിങ്ങൾ നോക്കണ്ട, ആദ്യം കെട്ടിടം ഉണ്ടാക്കി. ഖാദിയര് അതല്ല ചെയ്തത്, ഇൽമിനെ ഹയാത്താക്ക, കെട്ടിടം നമുക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അതാണ് ശരി, ഖാദിയർ എന്നാ ചെയ്തതാണ് ശരി. അത്രയും ഖിദ്മത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. ബാക്കി ഇതാ മക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി ഒഴിച്ചിട്ട് നിങ്ങൾ ചെയ്തോ, ഖാദിയർക്ക് അതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഖാദിയർ മരിക്കുന്നത് വരെ ആ കാര്യങ്ങൾ വൃത്തിയായും ഭംഗിയായും ചെയ്തു. എന്നത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ റസൂലിനെ പിൻപറ്റിയാലാണ് അള്ളാഹ് തിരിച്ച് സ്നേഹിക്കുള്ളൂ. ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എന്നാ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. യഗ്ഫിർ ലക്കും, നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും. യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ. വല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും. നമ്മളും കരുണയുള്ളവരാവണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് അവസാനിപ്പിക്കണം, അത് കത്തിക്കരുത്. എന്തിനു വേണ്ടി? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യവാന്മാരാകാൻ വേണ്ടി. കാരുണ്യം അല്ലാഹ് നൽകുന്ന അനുഗ്രഹമാണ്. ഖാസിം മരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയാണോ? ഞാൻ കരയല്ല, അല്ലാഹുവിന്റെ കാരുണ്യമാണ് കണ്ണുനീര്. അതൊരിക്കുക, കണ്ണുനീര് വേണം, കാരുണ്യം വേണം. എത്ര ശത്രുവായാലും അവനക്ക് നാശം വന്നാൽ അതിൽ വേദനിക്കുകയും അവനെ സഹായിക്കുകയും വേണം. ചില ഖുതുബാക്കൾ ദുആ ചെയ്യുന്നു മിമ്പറുകളിൽ വെച്ച്, അല്ലാഹുമ്മ സമ്മിറ അദാഅ അദ്ദീൻ. ഇവർക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്ലെറിഞ്ഞ തായിഫിലെ ശത്രുക്കൾക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നബി. ഏതോ ഒരു അവസരത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിന് അല്ലാഹു വിലങ്ങി.
ഹദീസിൽ വാരിതായ എത്രയോ പ്രാർത്ഥനകളുണ്ട്, ഖുർആനിൽ വാരിതായ എത്രയോ ദുആകളുണ്ട്. അതിലൊക്കെ നജ്ദിലെ വഹാബികൾ തുടങ്ങി വെച്ച ആ പ്രാർത്ഥന ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളുടെ നബാത്തി ഖുതുബ അങ്ങനെ മറിച്ചു വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് ലജ്ജ തോന്നുന്നു. ഇസ്ലാമിന്റെ സമാധാനം എവിടെ? ശാന്തി എവിടെ? ഏറ്റവും അധികം ഇസ്ലാമിനെ നശിപ്പിച്ച ആൾക്കാരാണ് തുർക്കികൾ അല്ലേ? തങ്ങളെ ചരിത്രം നല്ല അറിയണവരല്ലേ? ഹലാഖുകാരന്റെ കാലത്തല്ലേ ഇസ്ലാമിന്റെ ഖിലാഫത്ത് നശിപ്പിച്ച് മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല നടത്തിയ തുർക്കികളോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഈമാനില്ലാത്ത മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച കാലഘട്ടം. അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഒരു പറ്റം ആളുകൾ അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തുർക്കിയിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ഇസ്ലാം പ്രചരിപ്പിക്കുകയും ആ ശത്രുക്കളെ മുഴുവൻ ഇസ്ലാം മുസ്ലിമീങ്ങളാക്കി മാറ്റി. പിന്നെ ആ തുർക്കികളാണ് ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം സംഭാവനകൾ നൽകിയവർ. ഇന്നും മസ്ജിദുൽ ഹറമിന്റെ കഅബയുടെ 4 ഭാഗത്തുമുള്ള ഹറമിന്റെ തൂണുകളും ആ കെട്ടിടങ്ങളും ഇന്നും പൊളിക്കാറുണ്ട് തുർക്കികളത്. റൗള ശരീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുനവ്വറ പരിശുദ്ധമായ ഖബർ നിൽക്കുന്ന സ്ഥലം, അതോടനുബന്ധിച്ചിട്ടുള്ള ചിത്രപ്പണികൾ, അവിടെ എഴുതി വെച്ചിട്ടുള്ള ബെയ്ത്തുകൾ, ഹദീസുകളൊക്കെ തുർക്കികളുടെ സംഭാവനകളാണ്. ആ ശത്രുക്കളാണ് നമ്മളെ പിന്നീട് സഹായികളായത്. ആയതുകൊണ്ട് ശത്രുത ജുമാഅക്ക് നിസ്കരിക്കുന്ന സമയത്ത് പോലും ഖത്തീബിന്റെ ഉള്ളിൽ നിന്ന് പോകാത്ത കാലഘട്ടം. ലജ്ജ തോന്നുന്നു. എവിടെ റസൂലിന്റെ ഉമ്മത്താണെന്ന് ഈ ഖത്തീബ് എങ്ങനെ വിചാരിക്കണം? അതുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉലമാക്കളുണ്ട്. അവരവരുടെ ശിഷ്യന്മാർക്ക് എന്താണ് ദീൻ എന്നത് പഠിപ്പിക്കണം. സമാധാനത്തിന്റെ മാർഗമാണ് ദീൻ എന്ന് എല്ലാവരും പറയും. എന്നാൽ ഈ ദീനാകുന്ന തോട്ടത്തിൽ നിന്ന് സമാധാനം എവിടെ? ശാന്തി എവിടെ? വെറും ബഹളവും ഒച്ചയും പ്രശ്നങ്ങളും. ദീനിന്റെ സുന്ദരമായ വിഷയങ്ങളൊക്കെ ഖബറിലാണ്. തോട്ടം ആകെ നാറിക്കിടക്കുകയാണ്. അത് പറ്റില്ല സഹോദരന്മാർ. ഈ തോട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ ചെടികൾ നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും കൂട്ടായി ഖാദികളാവണം. നമ്മൾ ഓരോരുത്തരും ശിഹാബ് തങ്ങളാവണം. അവർക്ക് മാത്രമുള്ളതല്ലത്. പരിശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഖ്യ പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മണി 8 നിർത്തല്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. ഞാൻ പറഞ്ഞത് ദീൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉലമായിൽ നിന്ന് നിങ്ങൾ ശരിക്കും പഠിക്കണം. ദീൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല ദീൻ. ഏതൊരു നാട്ടിലും ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാകണം. സമാധാനത്തിന്റെയും ശാന്തിയുടെയും അള്ളാഹുവിന്റെ ഖലീഫമാരാണ് ഓരോ മുസ്ലിമീങ്ങളും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂട്ടായി ഖാദി അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എല്ലാ വർഷവും ഹജ്ജിന് പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പഠിച്ചവരെ, എന്റെ പാവപ്പെട്ട കൂട്ടായിക്കാരെ നീ കാത്തുരക്ഷിക്കണമേ, അവരെ നീ ഹിദായത്തിലാക്കണമേ. അദ്ദേഹം തന്നെ മറവ് ചെയ്ത എത്ര കുട്ടികളാണ് നഹാബന്ദിൽ മരിച്ച?